കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ 2024-25 ഡിഗ്രി വിദ്യാർത്ഥികളുടെ സ്പോട്ട് അഡ്മിഷൻ്റെ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പം വേക്കൻസി പൊസിഷൻ ഓഗസ്റ്റ് 7, 2024 തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേക്കൻസി പൊസിഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പം വേക്കൻസി പൊസിഷൻ ഓരോ കോളേജിലും എത്ര സീറ്റുകളാണ് ഒഴിവുള്ളത്, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇന്ന് 1 മണിക്ക് വരെയുള്ള വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ കോളേജിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും വേക്കൻസി പൊസിഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ, ഈഴവ, മുസ്ലിം, LC, OBX, OBH ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറി വിദ്യാർത്ഥികളുടെയും സീറ്റ് വേക്കൻസിയാണ് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന കോളേജുകളിൽ സീറ്റ് വേക്കൻസി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ 0 കാണിച്ചിട്ടുള്ളത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ 0 വേക്കൻസി ആണെങ്കിലും അവിടെ വെച്ച് എറേസിംഗ് വേക്കൻസി ഉണ്ടാവാം. എറേസിംഗ് വേക്കൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊല്ലം SN കോളേജ് BCom ആണെന്ന് കരുതുക. അപ്പോൾ കൊല്ലം SN കോളേജിൽ BComന് ഇപ്പോൾ 0 സീറ്റാണ് കാണിക്കുന്നത് ജനറൽ കാറ്റഗറിയിൽ. പക്ഷേ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയും ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുകയും ആ വിദ്യാർത്ഥി മറ്റൊരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയും ചെയ്ത, അതായത് സ്പോട്ട് അഡ്മിഷനിൽ കിട്ടി വേറൊരു കോളേജിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ SN കോളേജിൽ ഒരു സീറ്റ് വേക്കൻ്റ് ആയിട്ട് വരും. അങ്ങനെ വേക്കൻസി വരുന്ന സീറ്റിലേക്കും അപ്പോൾ അവിടെ വെച്ച് ആ സീറ്റ് ഫില്ല് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയും എറേസിംഗ് വേക്കൻസി ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന കോളേജുകളിൽ ഏതൊക്കെ കോഴ്സിന് ഏതൊക്കെ സീറ്റ് വേക്കൻസി ആണുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിനുള്ള സീറ്റ് വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ സ്പോട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഓരോ ദിവസവും സ്പോട്ട് അഡ്മിഷൻ വരുമ്പം അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഈ വേക്കൻസി പൊസിഷൻ ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കോളേജിൽ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് സ്പോട്ട് അഡ്മിഷനിൽ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് സ്പോട്ട് അഡ്മിഷനിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത്. സ്പോട്ട് അഡ്മിഷനിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി. അതുപോലെ തന്നെ ഒരു വട്ടമെങ്കിലും യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് കൂടി പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ ഒരു കോളേജ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പിന്നീട് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. ആ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കുക. ദെൻ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളത് യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.